ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ ഓരോ മനുഷ്യരിലേക്കും പ്രവർത്തിക്കുന്നത് എന്നാണ്, എപ്രകാരമാണ് എന്ന് മനുഷ്യബുദ്ധി കൊണ്ട് അളന്നാൽ ലഭിക്കുന്നതല്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ കൃപ സമർത്ഥമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട കിഷ് അദ്ദേഹത്തിൻ്റെ കഴുതകളെ കാണാതായി. അദ്ദേഹം തൻ്റെ പുത്രനെ വിളിച്ചിട്ട് പറഞ്ഞു, നീയും ഒരു ഭൃത്യനുമായി ചെന്ന് കഴുതകളെ അന്വേഷിക്കുക. പിതാവിൻ്റെ വാക്ക് കേട്ട് അവനും ഭൃത്യനുമായി കഴുതകളെ അന്വേഷിക്കാൻ പോയി. അവൻ എബ്രാഹിം മൽനാട്ടിലും ഷാലിമിലും ബെഞ്ചമിൻ്റെ നാട്ടിലും അവനെത്തി. അവിടെയൊന്നും കഴുതകളെ കണ്ടെത്തിയില്ല. അവസാനം സൂഫിലെത്തി. അവിടെ എത്തിയപ്പോൾ 3 ദിവസമായി. അപ്പോൾ സാവൂൾ പറയുന്നുണ്ട്, നമ്മുടെ പിതാവ് വളരെയേറെ വ്യസനിക്കുന്നുണ്ട്, നമ്മളെ ഓർത്ത് വ്യസനിക്കുന്നുണ്ട്. അപ്പോൾ ഭൃത്യൻ പറഞ്ഞു, ഇവിടെ അടുത്ത് ഒരു വലിയ പ്രവാചകനുണ്ട്, ആ പ്രവാചകനെ നമുക്ക് പോയി കാണാം, അവൻ നമ്മുടെ കഴുതകൾ എവിടെയുണ്ടെന്ന് അവൻ പറഞ്ഞു തരും. അപ്രകാരം സാമുവേൽ പ്രവാചകനെ കാണാൻ വേണ്ടി എത്തുന്നു. അവന് കൊടുക്കാൻ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭൃത്യൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ 1/4 ശക്കൽ വെള്ളിയുണ്ട്, ഞാനത് കൊടുക്കാം. അങ്ങനെ ഒരു പ്രവാചകനെ കാണാൻ വേണ്ടി ചെല്ലുന്നതിന് മുമ്പ് തന്നെ ദൈവം സാമുവേൽ പ്രവാചകനോട് പറഞ്ഞിരുന്നു, ബെഞ്ചമിൻ നാട്ടിൽ നിന്ന് നിന്നെ കാണുവാൻ ഒരുവൻ വരും, അവനെ നീ രാജാവായി അഭിഷേകം ചെയ്യണം. സാമുവേൽ പ്രവാചകന്റെ അടുത്ത് എത്തിയപ്പോൾ സാമുവേൽ പ്രവാചകൻ അവനെ സ്വീകരിച്ചു. വിശിഷ്ട അതിഥികളിൽ പ്രധാന ഇരിപ്പിടങ്ങളിൽ അവനെ ഇരുത്തി. വിശിഷ്ട ഭക്ഷണങ്ങളിൽ നല്ല ഭാഗം അവന് തിരഞ്ഞെടുത്ത് കൊടുത്തു. അവനെ കിടക്കുവാൻ സൗകര്യമൊരുക്കി കൊടുത്തു. പ്രഭാതത്തിൽ എഴുന്നേറ്റ് സാമുവേൽ പ്രവാചകൻ സാവൂളിനെ അന്വേഷിച്ച് ചെന്നു. അവനെ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോകാൻ വേണ്ടി തയ്യാറായിക്കൊള്ളുക, നിന്റെ ഭൃത്യനെ മുന്നോട്ട് നടത്തുക, അപ്പോൾ കർത്താവിൻ്റെ വചനം നിന്നോട് ഞാൻ പറയാം. അപ്രകാരം ചെയ്തു. ഭൃത്യൻ മുന്നോട്ട് പോയി. സാവൂൾ അവിടെ നിന്നു. അപ്പോൾ സാമുവേൽ പ്രവാചകൻ ഒരു പാത്രം ഒലിവെണ്ണ എടുത്ത് അവൻ്റെ ശിരസിൽ ഒഴിച്ചു. എന്നിട്ട് അവനെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവ് നിന്നെ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ പറയുന്നു, ഞാൻ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതാണ്, ആ ഗോത്രത്തിൽ ഏറ്റവും എളിയവനുമാണ് ഞാൻ. നിന്റെ ഗോത്രം ഏതാണെന്നോ നിന്റെ സാഹചര്യമോ നിന്റെ അവസ്ഥ ഏതാണെന്നോ ദൈവം ചോദിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഹൃദയത്തെ ഇണങ്ങിയവനിലേക്ക് ദൈവം കൃപ ചൊരിയുകയാണ്. എന്നിട്ട് ചില കാര്യങ്ങൾ അവനോട് വീണ്ടും പറയുന്നുണ്ട്. നീ ഇവിടുന്ന് പോകുമ്പോൾ നീ കർത്താവിൻ്റെ മലയിലേക്ക് നീ എത്തും. അവിടെ നീ പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രവാചകഗണത്തെ നീ കാണും. അവർ വാദ്യമേളങ്ങളോട് കൂടിയാണ് കടന്നു വരുന്നത്. നീ അവരോടൊപ്പം ചേരും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിന്മേൽ ശക്തമായി ആവസിക്കും. നീയും പ്രവചിച്ചു തുടങ്ങും. നീ മറ്റൊരു മനുഷ്യനായി മാറും. ഇത് കേട്ട് സാവൂൾ സാമുവേൽ പ്രവാചകന്റെ അടുത്ത് നിന്ന് പോകുവാൻ തിരിഞ്ഞപ്പോൾ കർത്താവ് അവനൊരു പുതിയ ഹൃദയം നൽകി. ഓർക്കണമേ, ആ സമയത്ത് വരുന്ന മാറ്റമാണ്. നീ ഒരു പുതിയ മനുഷ്യനായി മാറും. പിന്നെ പറഞ്ഞെന്താണ്? നിനക്ക് ഒരു പുതിയ ഹൃദയം ഞാൻ നൽകും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന മേഖലകൾ. ഇവൻ ചെയ്തത് പിതാവിൻ്റെ വാക്ക് കേട്ട് പിതാവ് പറഞ്ഞ കാര്യത്തിനായി ഇറങ്ങിത്തിരിച്ചു എന്നുള്ളത്. ഭൂമിയിൽ കാണപ്പെടുന്ന ദൈവമാണല്ലോ മാതാപിതാക്കൾ. മാതാപിതാക്കളുടെ വാക്ക് കേട്ട് ജീവിക്കുന്ന ഒരു കുഞ്ഞും ഭഗ്നാശനായി മാറുകയില്ല. അവൻ്റെ ജീവിതത്തിൽ എന്നും ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കും.
നമ്മുടെ നോട്ടത്തിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ നോട്ടത്തിൽ ഒന്നും വല്ലാത്ത അവസ്ഥയാണെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് ചിന്തയുള്ളതുകൊണ്ട് അവൻ വളരെ ആനന്ദത്തോടു കൂടിയാണ് ഇല്ലായ്മയിൽ പോലും അവൻ ജീവിക്കുക. ഹല്ലേലൂയ. ഇന്നത്തെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നമ്മൾക്ക് ദൈവസന്നിധിയിലേക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മളെ അറിയുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ഈശോയുടെ പക്കലേക്ക് നമ്മുടെ ഹൃദയവും നമ്മുടെ കരവും നമ്മുടെ കണ്ണുകളും ഒന്ന് ഉയർത്താം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ്. ഉദരഫലം ദൈവത്തിന് സമ്മാനമാണ്. ദൈവത്തിന് സമ്മാനമായിട്ടാണ് നാം ഓരോരുത്തരും അമ്മയുടെ ഉദരത്തിൽ ഉരുവായി മാറിയത്. സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം നമുക്ക് ജീവൻ നൽകി. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഉദരത്തിൽ ശിശുക്കളെ വഹിക്കുന്ന അനേകം അമ്മമാരുണ്ട്. അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും രൂപപ്പെടണമെന്നും ക്രിസ്തു ജീവിച്ചതുപോലെ സന്മാർഗത്തോടെ ജീവിക്കണമെന്നും നീതിബോധത്തോടെ ജീവിക്കണമെന്നാണ്. ഈശോയെ, ഈ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും ആരോഗ്യവും സൗന്ദര്യവും അതുപോലെ തന്നെ എല്ലാവിധ കഴിവുകളും നൽകി കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ. നിൻ്റെ അറിവ് ഈ മക്കൾക്ക് നീ പകർന്നു കൊടുക്കണമേ. പൂർണ്ണമായി വളർച്ച പ്രാപിച്ച് സുഖമായി അമ്മയ്ക്ക് പ്രസവം നടന്ന് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി കുഞ്ഞ് പുറത്തു വരുവാൻ സമൂഹത്തിനും സഭയ്ക്കും കുടുംബത്തിനും അനുഗ്രഹമായി തീരുവാൻ ഉദരശിശുക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുന്ന് കരമുയർത്തി മക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയട്ടെ.